ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ, ഓരോ സബ്ജക്റ്റ് തിരിച്ച്, ഓരോ ടോപ്പിക്ക് തിരിച്ച് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഞായറാഴ്ച ദിവസം ഈ പറയുന്ന ലൈവ്, 8 മണിയുടെ ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം രാത്രി 8 മണിക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. കൂടാതെ ക്ലാസ്സുകളിൽ പറഞ്ഞതിൻ്റെ അഡീഷണൽ പോയിന്റ്സ്, എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കേണ്ട പോയിന്റ്സ് നമ്മൾ ടെലിഗ്രാം വഴി അതിൻ്റെ PDF നൽകുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ Day 1, Day 2 എന്ന് പറഞ്ഞ ഓരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ കമൻസിന് മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ സമയത്തിൻ്റെ കുറച്ച് ഇഷ്യൂസാണ്, ഞാൻ പറഞ്ഞു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, കുറച്ച് ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ടാണ് എല്ലാ കമൻസിനും റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കാറുണ്ട്. എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തുടർന്നും അങ്ങോട്ട് ഉണ്ടായിരിക്കണം. അവസാനം വരെ LDC, LGS എക്സാം വരെ നല്ല രീതിയിൽ, അതുവരെ മാത്രമല്ല അത് കഴിഞ്ഞാലും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സും എന്നെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്ന് നമ്മൾ കമൻസിലൂടെ അറിയുന്നുണ്ട്. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻറ്റായിട്ട് തന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, LDC, LGS 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ LGS എഴുതുന്ന ഒരുപാട് കുട്ടികൾ മാത്സും ഇംഗ്ലീഷും മലയാളവും LGSന് പഠിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. LGSകാർക്ക് ഇംഗ്ലീഷും മലയാളവും പഠിക്കേണ്ട. ഓക്കെ, ഇംഗ്ലീഷും മലയാളവും LGSനില്ല. LDCക്കാർക്കാണുള്ളത് ഇംഗ്ലീഷും മലയാളവും. മാത്സും GKയും കറണ്ട് അഫയേഴ്സും LGSകാർ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ LDCക്കാർക്ക് വേണ്ടിയും LGSകാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം LGSകാർ പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, LDCക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാ. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതിലെ നൗൺ എന്താണെന്നും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രോനൗണിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് എടുത്തു പോകുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനൽ കാണുന്ന കുറേ അധികം പേര് തുടക്കക്കാരാണ്. PSC എന്താണെന്ന് പോലും അറിയാതെ പഠിക്കാൻ തുടങ്ങുന്നത്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ തുടങ്ങുന്നവരാണ്. ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും ബേസിക് മുതൽ തുടക്കം തൊട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് വീഡിയോസ് ആയിട്ട്, സമയമൊന്നും അധികം ഇല്ലാതെ ചെറിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നാളത്തേക്കാണ്, കാരണം ഒട്ടും അറിയാത്ത അവരെ കൂടെ നമ്മുടെ ട്രാക്കിലോട്ട് ഒന്ന് കൊണ്ടുവരണം. എന്താണ് PSC, എങ്ങനെയാണ് PSC പഠിക്കേണ്ടത് എന്നുള്ളത് അവരൊരു ട്രാക്കിൽ കയറിയതിന് ശേഷം March 1 ഒക്കെ തൊട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു ട്രാക്കിലോട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, March 1 തൊട്ടിട്ടൊക്കെ നമ്മൾ സബ്ജക്ട്സിൻ്റെ എണ്ണം കൂട്ടും, ഓരോ ദിവസം ക്ലാസ്സിൻ്റെ എണ്ണം കൂട്ടും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂട്ടും ഒക്കെ, അതെല്ലാം പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് വന്നോളും. പക്ഷേ നമുക്ക് ഒട്ടും അറിയാത്തവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ എത്തിക്കേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ ടോപ്പിക്സ് ഒക്കെ വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് നൗൺ? മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയും. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ, ഒരു സാധനത്തിൻ്റെ ഒക്കെ പേരിനെ കുറിക്കുന്നതാണ് നൗൺ എന്ന് പഠിച്ചു. എന്താണ് അപ്പോൾ പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സർവനാമം എന്ന് നമ്മൾ പറയില്ലേ. സർവനാമം എന്താണ്? നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവനാമം അല്ലേ. അതേപോലെ തന്നെ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. നൗണിന് പകരം, അതായത് നാമത്തിന് പകരം. ഇപ്പോൾ ഒരു പേര്, ഇപ്പോൾ വ്യക്തിയുടെ പേര് ബീന എന്ന് പറയുന്ന പേരിന് പകരമായിട്ട് നമ്മൾ അവൾ അല്ലെങ്കിൽ ഷീ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അതെന്താ?
പ്രൊനൗൺ ആണ് അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് പ്രൊനൗൺ എന്ന് പറയാം. അപ്പൊ അതെന്തൊക്കെയാവാം പ്രൊനൗൺ എന്ന് പറയുന്നത്? ഐ, അതുപോലെ വി, യു, ഇറ്റ്, ദേ, ഇതെല്ലാം എന്താണ്? ഷീ, ഹി, ഇതെല്ലാം എന്താണ്? പ്രൊനൗൺ ആണ്. മനസ്സിലായോ? അപ്പൊ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാ ഞാൻ, ഞങ്ങൾ, നീ, ഇത്, അവർ, അവൻ, അവൾ, ഇതൊക്കെ എന്താണ്? പേരിന് പകരം ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും? പ്രൊനൗൺ എന്നാണ് പറയാം. ഈ പ്രൊനൗണിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 9 തരത്തിലുള്ള പ്രൊനൗൺ ആണുള്ളത്. എത്ര തരത്തിലുള്ള പ്രൊനൗൺ ഉണ്ട്? 9 തരത്തിലുള്ള പ്രൊനൗൺ. ആ 9 തരത്തിലുള്ള പ്രൊനൗണിന്റെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ജസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ 9 തരത്തിലുള്ള പ്രൊനൗൺ ഏതൊക്കെയാണ്? 1 പേഴ്സണൽ പ്രൊനൗൺ. പേഴ്സണൽ പ്രൊനൗൺ. 2 പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ. 3 റിഫ്ലെക്സീവ് പ്രൊനൗൺ. റിഫ്ലെക്സീവ് പ്രൊനൗൺ. 4 ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. 5 റിലേറ്റീവ് പ്രൊനൗൺ. റിലേറ്റീവ് പ്രൊനൗൺ. 6 ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. 7 ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. 8 റെസിപ്രോക്കൽ പ്രൊനൗൺ. റെസിപ്രോക്കൽ പ്രൊനൗൺ. 9 എംഫാറ്റിക് പ്രൊനൗൺ. എംഫാറ്റിക് പ്രൊനൗൺ. അപ്പോൾ ഏതൊക്കെയാണ് 9 തരം? പേഴ്സണൽ പ്രൊനൗൺ, പൊസസീവ് പ്രൊനൗൺ, റിഫ്ലെക്സീവ് പ്രൊനൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ, റിലേറ്റീവ് പ്രൊനൗൺ, ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ, റെസിപ്രോക്കൽ പ്രൊനൗൺ, എംഫാറ്റിക് പ്രൊനൗൺ. ഇതാണ് 9 തരത്തിലുള്ള പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. പേഴ്സണൽ പ്രൊനൗൺ. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു പേഴ്സണ് പകരമായിട്ട്, ഒരു വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗണിനെയാണ് എന്തെന്ന് പറയുക? പേഴ്സണൽ പ്രൊനൗൺ. ഒരു വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ എന്തൊക്കെ വരും? ഒരു വ്യക്തിക്ക് പകരം എന്ന് പറയുമ്പോൾ ഐ വരാം, വി വരാം, യു വരാം, ഹി വരാം, ഷീ വരാം, ഇറ്റ് വരാം അല്ലെ? അപ്പൊ ഒരു വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് എന്ത്? പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രൊനൗൺ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണൽ പ്രൊനൗണിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോറി, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ പ്രൊനൗണിനെ നമുക്ക് എത്രയായി ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ. രണ്ടാമത്തേത് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ. മൂന്നാമത് തേർഡ് പേഴ്സൺ. ഓക്കെ, പേഴ്സണൽ പ്രൊനൗണിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാനാണേ പറയുന്നത് വൈ ആർ യു ലേറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ വൈകി കയറിയെന്ന് വിചാരിച്ചോ? വൈ ആർ യു ലേറ്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്തുകൊണ്ടാണ് വൈകിയേ. അപ്പോൾ അവിടെ ആരാ ചോദിക്കുന്നത്? ഞാനല്ലേ സ്പീക്കർ, ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഐ, അതുപോലെ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലോ വി എന്ന് പറയും അല്ലേ? ഐ, വി, നമ്മളാണ് സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കുന്ന വ്യക്തിയെ, സ്പീക്കറിനെയാണ് നമ്മൾ എന്താന്ന് പറയാ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാം. ഇനി എന്താ സെക്കൻഡ് പേഴ്സൺ? ഞാൻ എന്താ ചോദിച്ചേ? വൈ ആർ യു ലേറ്റ്. നീ എന്തുകൊണ്ടാ വൈകിയെന്നാണ് അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത്? നിങ്ങളല്ലേ കേൾക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളാണേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ? ലിസണർ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ആളാ, ലിസണർ ആണ്. ലിസണറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെക്കൻഡ് പേഴ്സൺ. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഇനി എന്താ തേർഡ് പേഴ്സൺ? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവരാണ് തേർഡ് പേഴ്സൺ. ഞാൻ നിങ്ങളോട് അവനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നു, അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അവൻ, അരുണില്ലേ, അവനില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അവൻ അല്ലെങ്കിൽ അവളെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തിനെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ്, ഞാൻ എന്തിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട്
ആരെയോ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ വാട്ട് ടോക്കിംഗ് അബൌട്ട്, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയാം. അപ്പൊ അവനെ കുറിച്ച് പറയാം ഹി, അവളെ കുറിച്ച് പറയാം ഷീ, അവരെ കുറിച്ച് പറയാം ദേ, അതിനെ കുറിച്ച് പറയാം ഇറ്റ്. മനസ്സിലായോ? ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആളാണ്, സ്പീക്കറാണ്, ഞാനാണ് സംസാരിക്കുന്നത്. സോ ഐ, വി. ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്, സോ നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. ഞാൻ നിങ്ങളോട്, ഐ എന്ന് പറയുന്ന ഞാൻ, നിങ്ങളോട് യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ ആയ നിങ്ങളോട് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് തേർഡ് പേഴ്സൺ. ഓക്കെ അല്ലേ? 3 മനസ്സിലായോ ക്ലാസിഫിക്കേഷൻ? ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞില്ലേ, ഇത് പേഴ്സണൽ കേസ് അല്ലാതെ ഇതിന് ഒബ്ജക്റ്റീവ് ആയിട്ട് വരാം, ഒബ്ജക്റ്റ് ആയിട്ടും വരാം. ഓക്കെ, ഈ പറയുന്ന ഐ, വി, യു എന്നൊക്കെ പറയുന്ന ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇവരെല്ലാം ഒബ്ജക്റ്റീവ് കേസിൽ വരാം. ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുമ്പോൾ ഐയുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ അവൾ, ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് അവളെ കുറിച്ചാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ പറയാം അവൾ എന്നെ പഠിപ്പിച്ചു, അവൾ എന്നെ പഠിപ്പിച്ചു അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പായി, എന്നെ പഠിപ്പിച്ചു. അപ്പോൾ എന്നെ എന്നുള്ളത് ഷീ ടീച്ചേഴ്സ് മീ, ഷീ ടീച്ചേഴ്സ് മീ എന്ന് പറയുമ്പോൾ അവൾ എന്നെയാണ് പഠിപ്പിച്ചത് അല്ലേ. അപ്പോൾ എന്നെ, അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സണിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എന്ത്, മീ എന്ന് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം അല്ലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്? ഐ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ മീ ആയിട്ട് മാറും. ഷീ ടീച്ചേഴ്സ് മീ, അവൾ എന്നെ പഠിപ്പിച്ചു അല്ലേ. അതുപോലെ വി എന്ന് പറയുമ്പോൾ എന്താ, ഷീ ടീച്ചേഴ്സ് അല്ലേ, അവൾ നമ്മളെ പഠിപ്പിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചു, അസ്സാണ് വരിക. വി എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്താ, അസ്സാണ് വരിക. ഈ യു എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് യു തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പറയാം, ഇപ്പോൾ ഐ ലൈക്ക് യു എന്നാണ് പറയുക അല്ലേ. അപ്പോൾ യു അവിടെ എന്തായിട്ട് വന്നു, ഒബ്ജക്റ്റീവായിട്ട് വന്നു അല്ലേ, ഒബ്ജക്റ്റീവായിട്ട് വന്നു. ഇനി അടുത്തത് ഹി, ഹി എന്ന് പറയുന്നത് ഹിസ് ആയിട്ട് മാറും, ഹിസ് അല്ലേ. ഷീ എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താവും, അവൻ എന്ന് പറയുന്നത് അവൻ്റെ ആവും. ഷീ എന്ന് പറയുന്നത് അപ്പോൾ അവളുടെ, ഹെർ ആയിട്ട് മാറും. ദെൻ ദേ എന്ന് പറയുമ്പോൾ അവർ, അത് അവരുടെ ആയിട്ട് അല്ലെങ്കിൽ അവരെ എന്നായിട്ട് മാറും, ദെം. ഓക്കെ, ഹി, ഹിസ്, അവനെ, അവളെ, അവൻ്റെ എന്നൊക്കെ ആയിട്ട് മാറും. ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മാറ്റമില്ലാത്തത് എന്താണ്, യു അതുപോലെ ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ രണ്ടിൻ്റെയും സബ്ജക്റ്റീവ് ടൈപ്പും ഒബ്ജക്റ്റീവ് ടൈപ്പും സെയിം തന്നെയാണ്. ബാക്കിയെല്ലാം മാറും. ഐ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലോട്ട് മാറുമ്പോൾ ഒബ്ജക്റ്റീവ് ആവുമ്പോൾ മീ ആവും. വി എന്ന് പറയുന്ന അസ്സാവും, ഹി ഹിസ് ആവും, ഷീ ഹെർ ആവും, ദേ ദം ആവും, ഇറ്റ് തന്നെ. ഓക്കെ, യെസ്. അപ്പോൾ സബ്ജക്റ്റീവ് ടൈപ്പും ഒബ്ജക്റ്റീവ് ടൈപ്പും എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോ, ഒരു ഇത് തന്നിരിക്കുകയാണ്, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ്. ആർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇങ്ങനെയാണ്. ആദ്യത്തെ ഓപ്ഷനിൽ ഐ തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, ഷീ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഷീ തന്നിട്ടുണ്ട്, ഓപ്ഷനിൽ ഷീ തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, ആൻഡ് ഐ തന്നിട്ടുണ്ട്. ഇവിടെ ആൻഡ് ആണ് കേട്ടോ. ദെൻ സിയിൽ യു തന്നിട്ടുണ്ട്, ഷീ തന്നിട്ടുണ്ട്, ആൻഡ് ഐ തന്നിട്ടുണ്ട്. ദെൻ ഡിയിൽ യു തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ആൻഡ് ഷീ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, പേഴ്സണൽ പ്രൊനൗൺ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റൂള് പഠിക്കാനുണ്ട്. അതായത് ഈ 3 പ്രൊനൗണും ഇവിടെ നോക്കിയൊക്കെ എല്ലായിടത്തും എന്തുണ്ട്, ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഐ ഉണ്ട്, യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണാ, ഷീ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ഒരു സെൻറ്റൻസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അത് എഴുതേണ്ടതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ആദ്യം എഴുതേണ്ടത് സെക്കൻഡ് പേഴ്സൺ, അത് കഴിഞ്ഞ് തേർഡ് പേഴ്സൺ, അത് കഴിഞ്ഞ് വേണം ഫസ്റ്റ് പേഴ്സൺ എഴുതാൻ. ഇതൊരു ഓർഡറാണ് കേട്ടോ, ഈ ഓർഡറിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ആദ്യം എഴുതേണ്ടത് സെക്കൻഡ് പേഴ്സൺ, പിന്നെ എഴുതേണ്ടത് തേർഡ് പേഴ്സൺ, പിന്നെ എഴുതേണ്ടത് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഡാഷ് ആർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സെക്കൻഡ് പേഴ്സൺ വരുന്നത് ആദ്യം സെക്കൻഡ് പേഴ്സൺ, ഐ ഫസ്റ്റ് പേഴ്സണാണ്, ഷീ എന്ന് പറയുന്നത് തേർഡ് പേഴ്സണാണ്, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും സെക്കൻഡ് പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് വന്നു. പിന്നെ അടുത്തത് എന്താണ്, തേർഡ് പേഴ്സൺ ആണ് വരേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഷീ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആണ്, ഇവിടെ ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്. സോ
ഇത് വരില്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, സെക്കൻഡ് പേഴ്സൺ ആയ യു വന്നിട്ടുണ്ട്, തേർഡ് പേഴ്സൺ ആയ ഷീ വന്നിട്ടുണ്ട്, ദെൻ അടുത്ത ഫസ്റ്റ് പേഴ്സൺ ഐ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? യു, ഷീ ആൻഡ് ഐ ആർ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ഇങ്ങനെ പറയാം, യു, ഷീ ആൻഡ് ഐ ആർ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. അപ്പോഴാണ് കൃത്യമായിട്ടുള്ളൂ ആ സെൻറ്റൻസ്. മനസ്സിലായോ? അപ്പോൾ എന്താ, പേഴ്സണൽ പ്രൊനൗൺസ് ഒരുമിച്ച് എഴുതേണ്ട ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഓർഡർ എങ്ങനെയാ? സെക്കൻഡ്, ദെൻ തേർഡ് പേഴ്സൺ, ദെൻ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ ഈ തേർഡ് പേഴ്സൺ ഇല്ല എന്ന് വിചാരിക്കാം. തേർഡ് പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എഴുതണം. ഓക്കെ, ഇനി സെക്കൻഡ് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തേർഡ് എഴുതിയിട്ട് ഫസ്റ്റ് എഴുതണം. ഏതെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടെണ്ണം അതിൻ്റെ ഓർഡറിൽ കൃത്യമായിട്ട് എഴുതണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് പേഴ്സണൽ പ്രൊനൗണിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് പൊസസീവ് പ്രൊനൗൺ ആണ് കേട്ടോ. പൊസസീവ് പ്രൊനൗൺ. അപ്പോൾ പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓണർഷിപ്പിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊസസീവ് പ്രൊനൗൺ. ഓണർഷിപ്പ്, ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉടമസ്ഥത, ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പറയുകയാണ്, ദിസ് ഈസ് മൈ പെൻ. എന്താ അർത്ഥം? ദിസ് ഈസ് മൈ പെൻ, ഇത് എൻ്റെ പേനയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഓണർഷിപ്പാണ് കാണിക്കുന്നത് അല്ലേ. ഈ പേനയുടെ ഉടമസ്ഥ ഞാനാണ് എന്നാണ് അവിടെ എടുത്ത് പറയുന്നത് അല്ലേ. ദിസ് ഈസ് മൈ പെൻ എന്ന് പറയുന്നു. അപ്പം മൈ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? അത് പൊസസീവ് പ്രൊനൗൺ ആണ്. ദിസ് ഈസ് മൈ പെൻ, ഇത് എൻ്റെ പേനയാണ്. അപ്പോൾ അവിടെ ഓണർഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ എന്താ, ദാറ്റ് ഈസ് യുവർ പെറ്റ്, അത് നിങ്ങളുടെ പെറ്റാണ്, നിങ്ങളുടെ. അപ്പോൾ അവരുടെ ഉടമസ്ഥതയാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് പൊസസീവ് പ്രൊനൗണിൽ? മൈ, എൻ്റെ, യുവർ, നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ, ഹിസ്, അവൻ്റെ, ഹർ, അവളുടെ, ദയർ, അവരുടെ, ഇറ്റ്സ്, അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ, ദെൻ മൈൻ, അവേഴ്സ്, യുവേഴ്സ്, അതുപോലെ ഹേഴ്സ്, ദയേഴ്സ്. ഇതെല്ലാം എന്താണ്? പൊസസീവ് പ്രൊനൗണിന് എക്സാമ്പിളാണ്. ഓക്കെ, മൈ, എൻ്റെ, നിങ്ങളുടെ, അവൻ്റെ, അവളുടെ, അവരുടെ, അതിൻ്റെ, എൻ്റേത്, നിൻ്റേത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവിടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺ എന്ന് പറയാം. മനസ്സിലാക്കി വയ്ക്കുക. ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പ്രൊനൗൺ ആണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ പറ്റി പറയുന്നു. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയാണ്, ഐ ബേക്ഡ് എ കേക്ക് മൈസെൽഫ്. എന്താ? ഐ ബേക്ഡ് എ കേക്ക്, കേക്ക് ബേക്ക് ചെയ്തു. ആര്? ഞാൻ തന്നെ അല്ലേ, മൈസെൽഫ്. അപ്പോൾ നമ്മളവിടെ ഞാൻ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് പറയാം. അപ്പോൾ അതെന്താണ്? ഈ മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. അതേപോലെ ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഹർ സെൽഫ് ടു മൈ ഫാദർ. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഹർ സെൽഫ് ടു മൈ ഫാദർ. അപ്പോൾ ഇവിടെ ഹർ സെൽഫ് എന്ന് പറയുമ്പോൾ അവൾ തന്നെ, എൻ്റെ അച്ഛനെ അവൾക്ക് അവൾ തന്നെ പരിചയപ്പെടുത്തി. അവൾ ചെയ്തൊരു പ്രവൃത്തിയാണ് പറയുന്നത്. ഹർ സെൽഫ്, മൈ സെൽഫ്, ദേ വിൽ സ്റ്റഡി ദംസെൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയാം. എക്സാമ്പിൾ അപ്പോൾ എന്തൊക്കെയാണ് വരിക? മൈ സെൽഫ് എന്ന് പറയാം. അത് സിംഗുലർ ആവുമ്പോൾ, പ്ലൂറൽ ആവുമ്പോൾ എന്തായിട്ട് മാറും? മൈ സെൽസ് എന്നായിട്ട് മാറും. പ്ലൂറൽ ആണെങ്കിൽ മൈ സെൽസ്. അതുപോലെ യുവർ സെൽഫ് എന്ന് വരും. പ്ലൂറൽ ആണെങ്കിൽ എന്തായിട്ട് വരും? യുവർ സെൽസ് എന്ന് വരും. യുവർ സെൽസ്. അതുപോലെ ഹിംസെൽഫ്, ഹർ സെൽഫ്, ദം സെൽഫ് വരുമോ? ദം സെൽഫ് വരില്ല, കാരണം ദം എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ ദം സെൽസ്, ദെൻ ഇറ്റ് സെൽഫ്. ഇതൊക്കെ എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് കേട്ടോ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ എന്തെങ്കിലും ഒരു സാധനത്തിനെയോ ഒക്കെ നമ്മൾ
ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്, നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയില്ലേ, ദേ അത് എന്താണ്, അതൊരു പൂച്ചയാണ്, അല്ലെങ്കിൽ ദേ അവിടെ ഒരു ബാഗുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇത് ആപ്പിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെന്താ, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം അല്ലേ, ചൂണ്ടി പറയാണ്. നോക്കിക്കേ, ദീസ് ആർ ആപ്പിൾസ്, ദീസ് ആർ ആപ്പിൾസ്, ഇത് ആപ്പിൾ ആണ് അല്ലേ. ദിസ് ഈസ് ബീന, ദിസ് ഈസ് ബീന, ഇത് ബീനയാണ്. അപ്പോൾ ഇത് അവളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നു അല്ലേ, അവളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് പറയുക. അപ്പോൾ ദാറ്റ് ഈസ് എ ബാറ്റ്, അതൊരു ബാറ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താ, അതിനെ ചൂണ്ടിക്കാണിച്ച് പറയാം, ദാറ്റ് ഈസ് എ ബാറ്റ്. ദിസ് ഇസ് എ പെൻ, ഇതൊരു പേനയാണ്. അപ്പം നമ്മൾ അതിനെ പറയുകയാണ്, അതിനെ കാണിച്ചുകൊണ്ട് പറയുകയാണ് അല്ലേ, അതിനെ കാണിച്ചു കൊടുത്ത് പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ചൂണ്ടി പറയുന്നതിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്? ദിസ് വരും, ദാറ്റ് വരും, അതുപോലെ ദീസ് വരും, ദോസ് വരും. അപ്പം ദിസ് ദാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. സിംഗുലർ ആണ് ദിസും ദാറ്റും. ദീസും ദോസും എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ദീസ് ആർ ആപ്പിൾസ്, കുറേ ആപ്പിൾ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ദീസ് ഉപയോഗിച്ചത്. ദിസ് ഈസ് ബീന, ഇത് ബീനയാണ്, ഒരാളേ ഉള്ളൂ, അപ്പോൾ ദിസ് ആണ് അല്ലേ. സിംഗുലർ ആവുമ്പോൾ ദിസും ദാറ്റും, ഒരുപാടുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആണെങ്കിൽ ദീസും ദോസും ആണ്, പ്ലൂറൽ ആണ് കേട്ടോ. ദീസും ദോസും പ്ലൂറൽ ആണ്, ദിസും ദാറ്റും സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 4 തരത്തിലുള്ള പ്രൊനൗൺ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയും ഉണ്ട് 5 എണ്ണം. എല്ലാം കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും മൊത്തം മറന്നുപോകും. ഈ 4 എണ്ണം വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺ എന്താണ്, പൊസസീവ് പ്രൊനൗൺ എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്താണ്, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രൊനൗൺസ് എന്താണെന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ, നോട്ട്സ് തയ്യാറാക്കിയല്ലോ, പഠിച്ചല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.